ഈ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ ഇല്ല. ജനങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങളുടെ ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് പരസ്യമായി ജനങ്ങൾ അംഗീകരിച്ചത്. അവരും പറയുന്നുണ്ട് ജനങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആന്റോ ആന്റണി പിടിയോട്ടല്ലോ. അതുപോലെ നമ്മൾ എത്ര എംപിമാർ കേരളത്തിൽ ജയിച്ചു? 18 എംപിമാർ അടക്കം കേരളത്തിൽ വോട്ട് ചെയ്തവരാണോ? ആളുകൾ നിങ്ങൾ ഭരണത്തിൽ മടുത്തിട്ട് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആന്റോ ആന്റണി അടക്കമുള്ള 18 ആളുകളെ ഇന്ത്യൻ പാർലമെന്റിൽ വിട്ടത് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ ജനങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ജനകീയ പിന്തുണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആകപ്പാടെ പിണറായി വിജയന്റെ നാക്കും മാത്രമാണ്. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. ആ നാക്ക് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നവർ നോക്കുകയാണ്. ആ നാക്കിനെ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ഈ കഥാനായകൻ എം.ആർ. അജിത്കുമാർ കൊലപാതകിയാണ് എന്ന് പറയുന്നു. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ പാർലമെന്റിൽ മാറ്റിപ്പെട്ട ആളുകൾ. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഒരുമിച്ചിരിക്കുകയാണ്. അൻവർ പറഞ്ഞു കൊലപാതക കേസിനകത്ത് അദ്ദേഹം പ്രതിയാണ്, അദ്ദേഹത്തിന് വേറെ കുറേയധികം നടപടികളുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അതിനെ കുറിച്ചൊക്കെ പറയും. കുറിച്ച് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ചരിത്രം തെളിയിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവിടെ എം.ആർ. അജിത്കുമാർ ഏതാണ്ട് തറച്ചിട്ട കുറ്റിയിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ അധികാരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അജിത് കുമാർ അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. അതെല്ലാം പിന്തുണ കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തെ തകർത്താലും ഘടകകക്ഷികൾക്ക് ഇഷ്ടപ്പെടാതെ ഒരു സ്ഥാനാർത്ഥി തോറ്റാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭീഷണിപ്പെടുത്തിയാലും അവർ ഭരണത്തിലെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അജിത് കുമാറിനെ വിടാൻ ഇല്ല. അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF അല്ല, അത് ALF ആയിട്ട് നിൽക്കുക. അജിത് കുമാർ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് മുന്നണി അത് ALF ആയി നിൽക്കുകയാണ്. അത് LDF എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ആ തെറ്റായ പ്രവർത്തനത്തെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും 40 നിയോജക മണ്ഡലങ്ങളിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു കാര്യം കൂടി ഞാൻ പറയാം, എല്ലാം തയ്യാറാണ്. ജനങ്ങൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എത്ര വേഗം തെരഞ്ഞെടുപ്പ് വരും എന്നുള്ള ചിന്തയാണ് ഇന്ന് കേരള ജനതയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പ് വന്നാലെങ്കിലും പിണറായിയിൽ നിന്ന് മോക്ഷം കിട്ടുമല്ലോ, ഈ രാജ്യം രക്ഷപ്പെടുമല്ലോ, സംസ്ഥാനം രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയൻ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് താഴോട്ട് വരികയാണ്. അധികാരം കുറഞ്ഞു താഴോട്ട് വരികയാണ്. ഈ ഗവൺമെന്റിന്റെ ഭാവി കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഈ നിലയിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബഹുജനങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ സമ്മർദ്ദം, എല്ലാവരും ജനകീയ മുന്നേറ്റം നടത്തി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ അവരതിനെക്കുറിച്ചൊക്കെ ഈ ജില്ലയുടെ ഒരു ഭാഗം കൂടിയായിരുന്ന ഞാൻ പറയുന്നു, അടുത്ത പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ 6 ജയിച്ച് കേരള നിയമസഭയിൽ എത്തുന്ന 5 ജയിച്ച് കേരള നിയമസഭയിൽ എത്തുന്നതിന് നിങ്ങൾക്കിടയാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.